ഫ്രീ ഏണിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തതിന് ശേഷം വന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം. ഞാൻ ഇടയ്ക്ക് ഷെയർ ചെയ്തിരുന്ന ഈ വാക്മി എന്ന് പറയുന്ന ഈ ടോക്കൺ ഇത് കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ആകേണ്ടതായിരുന്നു. പക്ഷേ എന്തോ മാർക്കറ്റ് ഡംപായതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ലിസ്റ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കുക്കോയിനിൽ അത് ലിസ്റ്റ് ആയിട്ടില്ല. അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒന്നാണ് ബ്ലൂമിൻ്റെ എയർ ഡ്രോപ്പ് അലോക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. അപ്പോൾ അതിൽ വന്നിട്ട് മാക്സിമം എല്ലാവർക്കും ഒരു 30-35 ടോക്കൺ കോയിനാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ വന്നിട്ട് 10 എണ്ണമൊക്കെ നിങ്ങൾക്ക് 30% നിങ്ങൾക്ക് TG ടൈമിൽ വിഡ്രോ ചെയ്യാം. ആ 30% നിങ്ങൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 70% ബേൺ ചെയ്ത് പോകും. അതെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് കിട്ടണം എങ്കിൽ അത് നിങ്ങൾ 180 ദിവസം അഥവാ 6 മാസം നിങ്ങളത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ വാലറ്റിൽ ഇപ്പോൾ അലോക്കേറ്റഡ് ആയിട്ടുള്ള ഫുൾ ടോക്കൺ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. അതല്ല കിട്ടുന്നത് മതി എന്ന് കരുതുന്നവർ ആ ടൈമിൽ നിങ്ങൾക്ക് TG ടൈമിൽ വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ അരി ചെയിൻ പിന്നെ മറീന പ്രോട്ടോക്കോൾ ഇത് രണ്ടിലും ഡിസ്കോഡിൽ വന്നിട്ട് കുറേ ടാസ്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. നിങ്ങളത് ജോയിൻ ചെയ്യുക. പിന്നെ ഈ റീസെൻ്റ്ലി ഞാൻ ഷെയർ ചെയ്തിരുന്ന ഒന്നാണ് കീ ചെയിൻ എന്ന് പറയുന്ന ഒന്ന്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാൽവിങ് നടക്കുകയാണ്. അത് വെബ്സൈറ്റ് മൈനിങ് ആണ്. ജോയിൻ ചെയ്യാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും, ജോയിൻ ചെയ്യുക. 2 വർഷത്തെ മൈനിങ് ആണ്. അതിൻ്റെ ഒരു ടോക്കണോമിക്സ് ഇവിടെ വന്നിട്ടുണ്ട്. ടോട്ടൽ 97 മില്യൺ ആണ് അതിൻ്റെ സപ്ലൈ. ഏകദേശം 2 വർഷത്തോളം മൈനിങ് നടക്കും. അത് വന്നിട്ട് 40 മില്യൺ വന്നിട്ട് നമുക്ക് കമ്മ്യൂണിറ്റിക്കാണ്, മൈനിങ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. ബാക്കി കുറേ ടീമിന് വേണ്ടി 6 മില്യൺ, അങ്ങനെ കുറേ കണക്കുകൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അല്പം വെയിറ്റ് ചെയ്ത് സമാധാനത്തിൽ മൈൻ ചെയ്യാൻ കഴിയുമെന്നുള്ളവർ നമുക്ക് മൈൻ ചെയ്യുക. കാരണം ഇപ്പോൾ ഇത് വെബ്സൈറ്റാണ്, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുണ്ട്, പക്ഷേ ഇന്ത്യയിൽ അത് പ്രവർത്തിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നവർ കണ്ടിന്യൂ മൈൻ ചെയ്യുക. പിന്നെ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മുടെ സീലിയയിൽ വന്നിട്ട് നമ്മുടെ ടോക്കൺ സീലിയ എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ആഫ്രിക്കയിലെ ഒരു ടീമാണ് ഇത് കൊണ്ടുവന്നത്. അതിനുശേഷം അവർ ഉടനെ ലിസ്റ്റ് ചെയ്യും, സീലിയ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നും നടന്നില്ല. അവരുടെ കയ്യിൽ ഫണ്ടില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു, സീലിയ ഇവർ വേറെ ഒരു ടീമിന് വിറ്റു. അപ്പോൾ അവരാണ് ഈ മൈനിങ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അവർ കുറച്ചുകൂടെ അവരെക്കാളും നല്ല ടീമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സീലിയ എന്ത് ചെയ്തു, നേരത്തെ നമുക്ക് മെറ്റാമാസ്കിലേക്ക് വിഡ്രോ തന്നു. പലരും മെറ്റാമാസ്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നവർ കാണും. പക്ഷേ എന്നാൽ വീണ്ടും സീലിയയുടെ മൈനിങ് പുനരാരംഭിച്ചപ്പോൾ മെറ്റാമാസ്കിൽ നിന്ന് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടായി. കൊണ്ടുവന്നു. ഇപ്പോൾ സ്റ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഞാൻ മാക്സിമം എൻ്റെ സ്റ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെ വന്നിരിക്കുന്ന അനൗൺസ്മെൻറ്റ് ജൂലൈ 8 മുമ്പ് നമ്മുടെ എത്ര കോയിൻ നമ്മുടെ മെറ്റാമാസ്കിലോ നിങ്ങളേത് ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൽ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടോ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ, തിരിച്ചു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ടോക്കൺ വാല്യൂ കാണത്തുള്ളൂ. കാരണം ഇപ്പോൾ വന്നിട്ട് എല്ലാവർക്കും അറിയാം, ഇത് BNB ചെയിനിലാണ് റൺ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഓൺ ബ്ലോക്ക് ചെയിൻ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ കോയിൻ നിങ്ങൾ മടക്കി കൊണ്ടുവരിക. അത് മടക്കി കൊണ്ടുവരാൻ ചെറിയൊരു BNBയുടെ ഗ്യാസ് ഫീ വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്യാസ് ഫീ ഇല്ല എങ്കിൽ നിങ്ങൾ പറയുക. ആദ്യം പറയുന്ന ഒരു 10 പേർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് ഈ കാണുന്ന ഇതുപോലെ അയയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ BNB കോയിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, അതുപോലെ തന്നെ സീലിയ കോയിൻ എത്രയുണ്ട് അവൈലബിൾ, നിങ്ങളുടെ എന്താണെന്നുള്ളത് സ്റ്റാറ്റസ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതൊരു 5-10 രൂപ മതിക്കുള്ള BNB മതിയാകും നിങ്ങൾക്ക് സീലിയ ആപ്ലിക്കേഷനിലേക്ക് ഇത് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോൾ ഇത് ഇല്ലാത്ത ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോക്കുക. അതോടൊപ്പം തന്നെ സീലിയ ആപ്ലിക്കേഷനിൽ വന്നിട്ട് നമ്മൾ വരുമ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും, ഇവിടെ സെൻഡ് റിസീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇവിടെ ഈ റിസീവ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സീലിയയുടെ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ചെയിൻ സെലക്ട് ചെയ്യുക, BNB ചെയിൻ. അത് കഴിഞ്ഞതിന് ശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാലറ്റ് അഡ്രസ്സ് കിട്ടും. അഡ്രസ്സ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ മെറ്റാമാസ്കിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരിക. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കുറച്ചുകൂടെ മൈനിങ് നടക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇവിടെ എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 10,000 ടോക്കൺ
പോയിൻ്റ് 10,000 പോയിൻ്റ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടുന്നുണ്ട്. എല്ലാ മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് ഈ പോയിൻ്റ് വന്നിട്ട് നമുക്ക് ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റാക്കിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്. അങ്ങനെ കുറേ ഓപ്ഷനുണ്ട്. എനിക്ക് ഇപ്പോൾ ഇതുവരെയായിട്ട് 3710 ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറേ സ്റ്റാക്ക് ചെയ്തിരിക്കുക, 1 മാസം 2 മാസം അങ്ങനെ ഞാൻ സ്റ്റാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് നമ്മുടെ സ്റ്റാർ ടവർ നെറ്റ്വർക്കിൽ വന്നിട്ട് അവരുടെ KYC നടക്കുന്നുണ്ട്. ഫൈനൽ KYC ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും കൺഫ്യൂഷനായിരുന്നു. ഞാൻ ഇടയ്ക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവരുടെ ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവരുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് 90% KYC കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലിസ്റ്റിംഗ് വളരെ അടുത്താണെന്ന് പറയുന്നത്. ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ച് മാത്രമാണ് ഇതുവരെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുള്ള. ബിറ്റ്മാർട്ട് എക്സ്ചേഞ്ച് അറിയാം, കഴിഞ്ഞ CPIN നെറ്റ്വർക്കും വിഡ്രോ ചെയ്ത ടൈമിൽ അത് സെല് ചെയ്യാനോ ഒന്നും കഴിഞ്ഞില്ല. വളരെ വില കുറഞ്ഞതിന് ശേഷമൊക്കെ മാത്രമാണ്. അത് ഒറ്റയടി ഹാങ്ങൊക്കെ ആയി പോകുന്ന ഒരു എക്സ്ചേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഇത് വില വരുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ടെലഗ്രാമിൽ വാട്സപ്പിലെല്ലാം ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഇതാണ് ഈ ട്വിറ്റിൽ ഇവിടെ പറയുന്ന ഈ കാണുന്ന ഒരു ലിങ്കാണ് ഈ startower.fr. അപ്പോൾ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരുന്നത് അവിടെ വന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യണം. നമുക്ക് വന്നിട്ട് ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇവിടെ വന്നിട്ട് ഏറ്റവും മുകളിൽ ലോഗിൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും. ഇവിടെ വന്നിട്ട് നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ചിലപ്പോൾ എറർ വരും. ഇപ്പോൾ ഞാൻ കുറേ ദിവസം ട്രൈ ചെയ്തു, നടന്നില്ല. ഇപ്പോഴാണ് ഇന്നാണ് KYC ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ സക്സസ് എന്ന് എഴുതി കാണും. എറർ ആണെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. വീണ്ടും അഗൈൻ ട്രൈ ചെയ്തതിന് ശേഷം സക്സസ് ആകും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ വന്നിട്ട് പറയുന്നത് പ്ലീസ് എൻ്റർ യുവർ വാലറ്റ് അഡ്രസ്സ്. ഇവിടെ പറയുന്നത് സ്റ്റാർ ടവർ ചെയിൻ വാലറ്റ് അഡ്രസ്സ്. അപ്പോൾ ഞാൻ പലരിടത്തും നേരത്തെ പലരും മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് കൊടുത്തു, ചിലർ സ്റ്റാർ ടവർ നെറ്റ്വർക്കിൽ തന്നെ എത്തേറിയത്തിൻ്റെ അഡ്രസ്സ് കൊടുത്തു. അപ്പോൾ ഏതായാലും ഇതിപ്പോൾ ഞാൻ പലരുമായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ ചിലർ പറഞ്ഞു ഇത് സ്റ്റാർ ടവർ നെറ്റ്വർക്കിലുള്ളതാണ് കൊടുക്കേണ്ടത്, ചിലർ പറഞ്ഞു മെറ്റാമാസ്കിലുള്ളതാണ് കൊടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു മെറ്റാമാസ്കിൽ നമ്മൾ ചെയ്ത സ്റ്റാർ ടവർ ചെയിൻ്റെ വാലറ്റ് അഡ്രസ്സാണ് കൊടുക്കേണ്ടതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫൈനലായിട്ട് ഞാൻ അതാണ് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്ത് ചെയ്യുക, ട്വിറ്ററിലേക്ക് പോവുക. ട്വിറ്ററിൽ പോയതിന് ശേഷം ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ നിങ്ങളുടെ പേരിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു എർദ്റൈറ്റ് എന്ന് പറഞ്ഞ് ഒരു യൂസർ നെയിം നിങ്ങളുടെ കാണും. അത് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. ഡിസ്കോഡ് ഓപ്പൺ ചെയ്യുക. ഡിസ്കോഡ് ഓപ്പൺ ചെയ്യുന്ന ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ U എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഡിസ്കോഡിൻ്റെ യൂസർ നെയിം എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഡിസ്കോഡൊക്കെ ജോയിൻ ചെയ്യണം. അതുപോലെ ടെലഗ്രാമും ജോയിൻ ചെയ്യണം. അവരുടെ ട്വിറ്ററും ഫോളോ ചെയ്യണം. നിങ്ങളുടെ ടെലഗ്രാം ഓപ്പൺ ചെയ്യുക. ടെലഗ്രാം ഓപ്പൺ ചെയ്ത് ഏറ്റവും മേളിൽ ലെഫ്റ്റ് സൈഡിലുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് അവിടെ യൂസർ നെയിം കാണും. കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന സബ്മിറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിത് എൻ്റെ അഡ്രസ്സ് മറ്റു കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. ചിലപ്പോൾ റിജക്റ്റ് ആവും. അപ്പോൾ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നിങ്ങൾ ബാക്ക് ഇറങ്ങരുത്. 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണും ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞ് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതി കാണിക്കുക. ഇതിപ്പോൾ മലയാളത്തിലാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ എഴുതി കാണിക്കുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം ഇറങ്ങുക. വീണ്ടും റീസബ്മിറ്റ് ചെയ്യാൻ നോക്കിയാൽ സബ്മിറ്റ് ആകത്തില്ല. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. പലരുടെ ഒരു പരാതി, നമ്മുടെ വീഡിയോസ് ഇപ്പം റെഗുലർ വരുന്നില്ല. എനിക്ക് ഇച്ചിരി തിരക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് വരാത്തത്. അതോടൊപ്പം തന്നെ പലരും പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഇത് സെർച്ച് ചെയ്തൊന്നും എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പഴയ ക്രിപ്റ്റോ ലൈനപ്പ് എന്ന് പറയുന്നത് അത് തന്നെ കൊടുത്താലോ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട് പേര്. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ അറിയിക്കുക. ഈ ഫ്രീ ഏണിങ്സ് എന്ന് പറഞ്ഞ ഇത് മതിയോ അതോ ക്രിപ്റ്റോ ലൈനപ്പാണോ ഉചിതം? അപ്പോൾ ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ കുറേ റൂൾസൊക്കെ ചേഞ്ച് ചെയ്ത് വന്നതുകൊണ്ടാണ് ഞാൻ പേര് പെട്ടെന്ന് മാറ്റിയത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.